ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മാറ്റപ്പെടുമാറാട്ടെ. ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഭയപ്പെടേണ്ട എന്ന് ഹാഗാറിനോടും അബ്രഹാമിനോടും യഹോവയായ ദൈവം അരുളിച്ചെയ്ത കാര്യം നാം വിശദമായി പഠിച്ചുവല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി ഇസാക്കിനോട് യഹോവയായ ദൈവം ഭയപ്പെടേണ്ട എന്ന് അരുളിച്ചെയ്തത് നോക്കാം. അതിനായി ഉൽപ്പത്തി 26:24 വായിക്കാം. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളിച്ചെയ്തു. ഇസാക്കിൻ്റെ ബാല്യകാലത്തിലേക്ക് ഒരു എത്തിനോട്ടം നമുക്ക് അനുഗ്രഹമാണ്. തൻ്റെ മൂന്നാം വയസ്സിൽ പരിഹാസിയായ അർത്ഥ സഹോദരനെ അമ്മയുടെ ആവശ്യപ്രകാരം അബ്രഹാം പുറത്താക്കി. പിതാവിൻ്റെ ആരാധനയും മാതാവിൻ്റെ അനുസരണവും കണ്ട് ഇസാക്ക് വളർന്നു. വളരെ സമാധാനവും സന്തോഷമായ ജീവിതം. തൻ്റെ 17-ാമത്തെ വയസ്സിൽ യഹോവയായ ദൈവം പിതാവായ അബ്രഹാമിനോട്, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം. അബ്രഹാം കേട്ടു. ആരോടും അഭിപ്രായം ചോദിക്കാതെ, സാറായോട് പോലും പറയാതെ മകൻ ഇസാക്കിനെ കൊണ്ടുപോയി. ഉൽപ്പത്തി 22 ഈ വിവരങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാക്കിനെ യാഗം അർപ്പിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ ലഭിക്കുകയും ചെയ്തു. എബ്രായർ 11:17-19 വരെ. തൻ്റെ പിതാവിൻ്റെ ഭക്തിയും മാതാവിൻ്റെ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സും കണ്ടു വളർന്ന ഇസാക്ക് തൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാനിടയായി. ദേശത്തിൽ ക്ഷാമം വന്നപ്പോൾ ഫെലിസ്ത്യ ദേശത്ത് പോയതും അവിടെ നടന്ന സംഭവങ്ങളാണ് ഉൽപ്പത്തി 26:1-33 വരെ വായിക്കുന്നത്. ഗരാരിൽ ഫെലിസ്ത്യ രാജാവായ അബീമേലെക്കിൻ്റെ അടുക്കൽ പോകുന്നതും ദൈവം അവനോടുകൂടി ഇരുന്ന് അനുഗ്രഹിക്കുന്നതും നാം വായിക്കുന്നു. മിസ്രൈമിലേക്ക് പോകാതെ ഇവിടെ തന്നെ താമസിക്കാൻ ഞാൻ നിന്നോടുകൂടി ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിൻ്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ അരുളിച്ചെയ്തത് നിവർത്തിക്കും. അബ്രഹാമിൽ വാഗ്ദത്തം ചെയ്തത് ഇസാക്കിനോടും പിന്നെയും പറയുന്നു. ഉൽപ്പത്തി 26:1-6 വരെ. അവിടെ താമസിച്ചു കൊണ്ടിരുന്നപ്പോൾ താൻ പല പ്രയാസങ്ങളും നേരിട്ടു. യഹോവ അവനെ അനുഗ്രഹിക്കുന്നത് കണ്ടിട്ട് ഫെലിസ്ത്യർക്ക് അസൂയ പൂണ്ട് അവൻ കുഴിച്ച കിണറുകൾ മൂടുകയോ ഇത് ഞങ്ങളുടേതെന്ന് പറഞ്ഞെടുക്കുകയോ ചെയ്തു. എന്നാൽ ഒരിടത്തും ഇസാക്ക് അവരോട് വഴക്കിടുകയോ ചെയ്യാതെ ഒരു സ്ഥലത്തു നിന്ന് മാറി മാറി പുതിയ സ്ഥലത്ത് പോയി കിണറുകൾ കുഴിച്ചു. അവസാനം ബേർഷേബയിൽ എത്തി. അവിടെ യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ഞാൻ നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് അരുളിച്ചെയ്തു. എത്ര കരുതലോടെയാണ് യഹോവ അവനെ വഹിക്കുന്നത്, അവനെ ആശ്വസിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. വിശ്വാസത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മെ ഓരോരുത്തരെയും നടത്തുന്നു നമ്മുടെ ചുമതല. സംഗീതം 37:3-5 വരെ കാണുന്നത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക, യഹോവയെങ്കിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വലിയൊരു സത്യം ഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും ദൈവനാമോത്സവത്തിനായിട്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ട് ദൈവത്തിൽ വെച്ചുകൊണ്ട് ദേശത്ത് പാർത്ത് നന്മ ചെയ്തുകൊണ്ട് ദേശത്ത് പാർത്ത് വിശ്വസ്തരായിട്ടിപ്പോൾ നോക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പരിമേൽപ്പിക്കുക. പാപങ്ങളെ ഏറ്റുപറഞ്ഞ്
ഞാനൊരു പാപിയാണ് എന്നുള്ള ബോധ്യത്തോടെ ദൈവസ്ഥനിൽ വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ ദൈവം തീർച്ചയായിട്ടും ക്ഷമിക്കും. പുതിയ ഒരു അനുഭവം ദൈവം നമുക്ക് തരും. അങ്ങനെ ആകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.